പ്രിയമുള്ളവരെ, പാറശാല വിജയൻ സ്പീക്കിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ എനിക്ക് ഈ ഗുരുപൂജ അവാർഡ് കിട്ടിയതിൻ്റെ ഭാഗമായി ഞാൻ അവിടെ വരെ എത്തിപ്പെടുന്നതിന് മുമ്പ് ഞാൻ അനുഭവിച്ച അങ്ങോട്ട് ഒരു കലാകാരനായി എത്തിപ്പെടാൻ വേണ്ടി ഞാൻ അനുഭവിച്ച കുറേ പെയിനുണ്ട്, കുറേ വേദനകളുണ്ട്, ഒരു പേറ്റുനോവുണ്ട് ഞാനൊരു കലാകാരനായി എത്തിപ്പെടാൻ. അത് ഞാൻ എപ്പം മുതൽ തുടങ്ങിയെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് ഒരു കലാകാരനാവുക. ആ കലാകാരനായി മാക്സിമം വലിയൊരു തരത്തിൽ എത്തിപ്പെടുക എന്നുള്ളത്. ഞാനൊരു നടനായി മാറുന്നതിൻ്റെ പിന്നിൽ എൻ്റെ വീട്ടുമുന്നിലുണ്ടായിരുന്ന എൻ്റെ വീടിൻ്റെ നേർ മുന്നെയായി ഒരു ചെറിയ റോഡിൻ്റെ വ്യത്യാസത്തിലുണ്ടായിരുന്ന ജയചന്ദ്ര തിയേറ്റർ. ആ തിയേറ്ററിലാണ് ഇന്ന് SP ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തെ അന്നത്തെ ആ തിയേറ്ററിന് എന്നെ ഒരു നടനാക്കുന്നതിൽ ഒരുപാട് വലിയ പങ്കുവഹിക്കാൻ ഉണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ നിന്ന് നമ്മുടെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നത് ശിവരാത്രിക്കോ അല്ലെങ്കിൽ ഓണത്തിനോ അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ സിനിമയ്ക്ക് പോകാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ സിനിമയൊക്കെ അവിടെ പറയുന്നത്, അവിടുത്തെ ഡയലോഗ്, പാട്ട് എല്ലാം ഇവിടെ വീട്ടിൽ ഇരുന്നാൽ കേൾക്കാം. അതുകൊണ്ട് അങ്ങനെ ആരും തിയേറ്ററിലോട്ട് പോകാറില്ല. പക്ഷേ എൻ്റെ ഈ അഭിനയത്തോടുള്ള ഈ ഭ്രാന്ത് കാരണം ഞാൻ 24 മണിക്കൂറും ആ തിയേറ്ററിനുള്ളില്ല. മിക്കവാറും ദിവസങ്ങളിൽ, ശനി ഞായറും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും മാറ്റിനി ഷോയ്ക്ക് ഞാൻ അതിനകത്ത് ഉണ്ടാകും. സ്കൂളുള്ള ദിവസങ്ങളിൽ നമുക്ക് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഞാനൊന്ന് കയറി പടം കണ്ടിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഞാനൊരു മുഴുനീള സിനിമ കാണാൻ എടുത്തിരുന്ന ഒരു ത്യാഗം, ഒരു മനോവിഷമം അന്ന് തോന്നിയിരുന്നു. ഇപ്പം ഇല്ല. ഇപ്പോൾ ഒരു ഹാപ്പിയാണ്, ഒരു സന്തോഷമാണ് അന്നത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ. അതായത് ഞാൻ സാധാരണഗതിയിൽ അവിടുത്തെ സിനിമ വരുന്നതൊക്കെ ഇടയ്ക്കും മുറയ്ക്കൊക്കെ ആരും കാണാതെ കയറിച്ചാടി പതുക്കെ ഒളിഞ്ഞുപോയി എവിടെയെങ്കിലും മൂലയ്ക്കിരുന്ന് സിനിമ കണ്ടിട്ട് ഞാനിങ്ങനെ ഇറങ്ങിപ്പോരും. അത് ഇടവേളകൾക്ക് ശേഷമായിരിക്കും തീരാറാകും. അപ്പോഴാരും പിന്നെ ചെക്കിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെ കണ്ടിരുന്ന എനിക്ക് ഒരു മുഴുനീള സിനിമ കാണണം എന്ന് തോന്നുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? കടലക്കച്ചവടക്കാരൻ. ആ തിയേറ്ററിനുള്ളിലെ കടലക്കച്ചവടക്കാരൻ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തുടക്കം മുതൽ നമുക്ക് സിനിമ കാണാൻ പറ്റും. തുടക്കം മുതൽ അവസാനം വരെ സിനിമ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അതിനകത്തൊരു ചെറിയ കടയുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പറയും, അപ്പോൾ മാമ ഞാനും കൂടെ ഇന്ന് കടല വിൽക്കട്ടെന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ എന്ത്, നിൻ്റെ അച്ഛൻ വല്ല പ്രശ്നം ഉണ്ടാക്കുമോ? ഞാൻ പറഞ്ഞു, ഇല്ല, അച്ഛനൊന്നും അറിയില്ല, കാണൂല. എന്നാ കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ ഒരു പെട്ടിയുണ്ട്, അരിവെട്ടിക്കകത്ത് ഒരു 50 കടല ഇങ്ങനെ ചുരുട്ടി നിറച്ച 50 കടലയും ഒരു 10 പാട്ടുപുസ്തകവും. അപ്പോൾ പാട്ടുപുസ്തകം അന്ന് സിനിമ വരുന്ന ആ സിനിമയിലെ പാട്ടുകൾ മാത്രം ഉൾക്കൊള്ളിച്ച പാട്ടുപുസ്തകം. അപ്പോൾ അതും വിൽക്കണം, കടലയും വിൽക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ആഗ്രഹം വിൽപ്പനയല്ലല്ലോ, എൻ്റെ ആഗ്രഹം സിനിമ കാണുക എന്നുള്ളതാണല്ലോ, ഒരു മുഴുനീള സിനിമ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, ഇത് വാങ്ങിയിട്ട് അകത്ത് കയറിയിട്ട് മിണ്ടാതെ ഇരുന്ന് ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു പേരിന് വേണ്ടിയിട്ട് ചിലപ്പോൾ 1-2 പ്രാവശ്യം എടുത്ത് ഇങ്ങനെ ചോദിക്കുകയല്ലാതെ സിനിമ കണ്ടുകൊണ്ടിരിക്കും. സിനിമ കണ്ട് തീരുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ഈ കണക്ക് കൊടുക്കുമ്പോൾ ഈ തന്ന സാധനം അതുപോലെ തിരിച്ചു കൊടുക്കും. അപ്പോൾ അദ്ദേഹം ചോദിക്കും, എടാ നീ ഇതെന്തോന്ന്, ഇത് വിൽക്കാനല്ലേ ഇത് കൊണ്ടുപോയത്, പിന്നെ എന്തിനാണ് ഇത് ഇങ്ങനെ അതുപോലെ ഇങ്ങനെ കൊണ്ടുവന്നത്? ഞാൻ പറയാം, ആളുകൾ വാങ്ങിക്കണ്ടേ, വാങ്ങിച്ചാലല്ലേ ഇത് കൊടുക്കാൻ പറ്റൂ. അത് ഇത്രയേ പോയുള്ളൂ, ഇത് 5 പാക്കറ്റേ അല്ലെങ്കിൽ 10 പാക്കറ്റേ പോയുള്ളൂ, ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അങ്ങനെ കുറച്ച് ഇത്തിരി വഴക്ക് പറയും. നിന്നെ ഇതുകൊണ്ടാണ് ഇതിനകത്ത് കയറ്റാത്തത്, നീ വന്നാൽ വിൽക്കുകയുമില്ല, മെനക്കെടുത്ത് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാനെന്നറിയാം പയ്യെ അവിടെ നിന്ന് സിനിമ കണ്ട സന്തോഷത്തോടെ, MGRൻ്റെയും ശിവാജി ഗണേശൻ്റെയൊക്കെ സിനിമയാണ് അന്ന് അവിടെ കൂടുതലും വരുന്നത്. അപ്പോൾ സിനിമ കണ്ട സന്തോഷത്തോടെ വീടിൻ്റെ അപ്പുറത്ത് ഇറങ്ങി വീട്ടിൻ്റെ അടുത്തെത്താറാകുമ്പോൾ പേടി തുടങ്ങും. കാരണം ഞാൻ ഇവിടെ കടല കച്ചവടം ചെയ്താൽ അവിടെ വീട്ടിൽ ഉടൻ അച്ഛനറിഞ്ഞാൽ ഉടൻ അടി എന്നുള്ള ഉറപ്പാണ്. അത് അടി കിട്ടും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കടല കച്ചവടത്തിന് പോകുന്നത്. കാരണം സിനിമ കാണണ്ടേ, മുഴുനീള സിനിമ. അന്നൊക്കെ സിനിമയെന്ന് പറഞ്ഞാൽ ഒരു 10 അടി 15 അടി കുതിരപ്പുറത്ത് വരിക, സ്റ്റണ്ട് ചെയ്യുക, പിന്നെ വള്ളി തൂങ്ങി അങ്ങോട്ടടിക്കുക, ഇങ്ങനെ ഭയങ്കര സംഭവങ്ങളായിരുന്നു അന്ന് അതൊക്കെ. അപ്പോൾ മുഴുനീള സിനിമ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്, അച്ഛൻ്റെ അടി കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, കടല വിൽക്കാത്തത് കൊണ്ട് കടയുടമസ്ഥൻ ചീത്ത വിളിക്കും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ബാലനായിരുന്ന ഷർട്ടിടാത്ത അരനിക്കർ മാത്രമിട്ട ആ പയ്യനായ പാറശാല വിജയൻ ആ അഭിനയ മോഹം കൊണ്ട് മാത്രം
ആ തിയേറ്ററിൽ കടലക്കച്ചവടക്കാരനായി മാറി. അന്ന് MGRൻ്റെ ഒളിവിളക്ക് 100ാമത്തെ സിനിമ ഒളിവിളക്ക്, അതുപോലെ തന്നെ MGRൻ്റെ അടിമപ്പെൺ, പിന്നെ നീരും നിരുപ്പും, പിന്നെ കുടിയിരുന്ന കോവിൽ, എല്ലാം നമ്മുടെ ബോർഡർ ആയതുകൊണ്ടേ കൂടുതലും തമിഴ് സിനിമകളാണ്. പിന്നെ അപൂർവം മലയാള സിനിമകളും വരാറുണ്ടായിരുന്നു. MGR, ശിവാജി ഗണേശൻ, ജയശങ്കർ, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമാ സംസ്കാരത്തിന് ഇടയിലൂടെയാണ് ഞാൻ എൻ്റെ കലാകാരനായ നടനെ വളർത്തിയെടുത്ത് മുന്നോട്ട് വന്നത്. അപ്പോൾ സിനിമ കാണുക എന്നത് എന്തിനാണ്? അഭിനയം വളർത്തുക എന്നുള്ള താല്പര്യത്തോടെ, അഭിനയ മോഹത്തോടെ, നാളെ ഒരു സിനിമാ നടനാകണം എന്ന മോഹത്തോടെ. പക്ഷേ കിട്ടുന്നതോ അടിയും ചീത്തവിളിയും. ബാക്കി നമുക്ക് അടുത്തതിൽ കാണാം.